പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നമ്മുടെ മുമ്പിലേക്ക് ദിവ്യകാരുണ്യമായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ നമുക്ക് പൂർണ്ണമായും ആരാധിക്കാം, സ്തുതിക്കാം, നന്ദി പറയാം. നമ്മുടെ ഇടയിലായിരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തെ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കാം. ആ സാന്നിധ്യത്തിലായിരിക്കാനായിട്ട് നമ്മെ ഒരുക്കിയ നാഥന് നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഇടയിലായിരുന്നു കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ സക്രാരികളിലും നമ്മളെ കൊതിയോടെ കാത്തിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം നമ്മളെ കണ്ണുകളടയ്ക്കാം. സുവിശേഷം നമുക്ക് മുമ്പിൽ തുറന്നു വയ്ക്കുക ഈശോയുടെ കരുണയെക്കുറിച്ചാണ്. പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ എപ്രകാരം നമ്മളോട് കരുണ കാണിച്ചു എന്നതിനെക്കുറിച്ചാണ്. ഈ കരുണ ലഭിച്ചവരായിട്ടുള്ള നമ്മൾ എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിചിന്തനം ചെയ്യാം. ഞാൻ ലഭിച്ച കരുണ മറ്റുള്ളവരോട് ഞാൻ കാണിക്കാതെ പോയിട്ടുള്ള നിമിഷങ്ങളെ നമുക്ക് മനസ്സിലേക്കൊന്ന് കൊണ്ടുവരാം. ആ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് മാപ്പ് ചോദിക്കാം. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായത്തിൽ 1 മുതൽ നമ്മൾ കാണുക, യഹൂദരുടെ മാനുഷിക നിയമങ്ങളെ അതിലംഘിക്കുന്ന മറ്റൊരു നിയമം ഈശോ മുന്നിലേക്ക് വെച്ചുകൊണ്ടാണ്. ഈശോ പറയുക, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നമുക്കറിയാം, യഹൂദ പാരമ്പര്യത്തിലെ 613ഓളം നിയമങ്ങളെ തിരുത്തി എഴുതിക്കൊണ്ടാണ് ഈശോ കരുണ എന്ന നിയമം ഈശോ മുന്നിലേക്ക് വയ്ക്കുക. എത്രമാത്രം നാം നമ്മുടെ ജീവിതത്തിൽ കരുണയുള്ളവരായിരിക്കണം. പഴയ നിയമം ആഗമാനം പറഞ്ഞു വയ്ക്കുക, സഹനവും മരണവുമെല്ലാം ഒരുപക്ഷെ പാപത്തിൻ്റെ ഫലമായിട്ടുള്ളതാണെന്ന. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പാപം ചെയ്യുന്ന ആദിമാതാപിതാക്കളെ ദൈവം ഭൂമിയിലേക്ക് അയക്കുന്നു. ഇനി അവർ പൊടി തിന്ന് ജീവിക്കും. അവരുടെ സഹനങ്ങളെല്ലാം അവർ ചെയ്ത പാപത്തിൻ്റെ പരിണത ഫലമായി അവരിൽ വന്നു ചേരുന്നതാണ്. ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, ജോബിൻ്റെ സ്നേഹിതർ അവനോട് പറയുന്നുണ്ട്, നിഷ്കളങ്കന് ഇതെല്ലാം എങ്ങനെ സാധിക്കും, ഇതെങ്ങനെ എല്ലാം സംഭവിക്കും? ഒരുപക്ഷെ നീ പാപം ചെയ്തിരിക്കാം, നീ നീതിയുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഈ വേദനകളും ഈ സഹനങ്ങളും എല്ലാം നിന്നിലേക്ക് വന്നു ചേർന്നത്. അങ്ങനെ പഴയ നിയമത്തിലൂടെ ഊന്നിയ ഒരു മാനുഷിക പരിഗണനയിൽ നോക്കുമ്പോൾ വേദനിക്കുന്നവരും കഷ്ടപ്പെടുന്നവരും പാവപ്പെട്ടവരും പീഡ അനുഭവിക്കുന്നവരും രോഗങ്ങൾ പിടിപ്പെട്ടവരും സ്വന്തമായുള്ളവരെല്ലാം മരിച്ചുപോയവരുമായ എല്ലാവരും പാപത്തിൻ്റെ പരിണത ഫലമായിട്ട് അങ്ങനെ ആയിത്തീർന്നു എന്ന് ഒരു വിശ്വാസം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. കുഷ്ഠരോഗം പിടിക്കപ്പെട്ടവർ അവരവരുടെ
ആദിമാതാപിതാക്കളുടെ അവരുടെ പൂർവികരുടെ പാപം മൂലം അങ്ങനെ ആയിത്തീർന്നു എന്ന് അവർ വിശ്വസിച്ചിരുന്നു, അല്ലെങ്കിൽ വിശ്വസിക്കപ്പെട്ടിരുന്നു. സമൂഹം അങ്ങനെ ഒരു ലേബല് ചാർത്തി കൊടുത്ത ഒരു കാലഘട്ടത്തിലാണ് ഈശോ പിതാവായ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് സംസാരിക്കുക. നമുക്കറിയാം, ഈശോ സംസാരിച്ചു തുടങ്ങുന്നത് യഹൂദരുടെ സിനഗോഗിലാണ്. എന്നാൽ യഹൂദർ ഈശോയെ, അവൻ്റെ നാമത്തെ, അവൻ്റെ വാക്കുകൾ ശ്രവിക്കാതായപ്പോഴാണ് ഈശോ പാവപ്പെട്ടവരിലേക്ക്, പരിത്യജിലേക്ക്, ഒന്നുമില്ലാത്തവരിലേക്ക് ഇറങ്ങി ചെല്ലുക. എന്നാൽ അവരുടെ മനോഭാവം നമ്മൾ കണ്ടതുപോലെ വേദനിക്കുന്നവരും ദരിദ്രരും പാവപ്പെട്ടവരുമെല്ലാം പാപത്തിൻ്റെ പരിണതഫലമായി ജീവിച്ചു പോരുന്ന കൂട്ടരായിരുന്നു. അവരോടെങ്ങനെയാണ് ഈശോ കരുണയെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് നോക്കിയാൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. ഈശോ അവരോട് പറയുക, പിതാവായ ദൈവം കരുണയുള്ളവനാണ്. ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ ഒരുപോലെ കരുണ കാണിക്കുന്നവനാണ് ദൈവം. വയലിലെ ലില്ലികളെ നോക്ക്, അവ അധ്വാനിക്കുന്നില്ല, ഭാരം വഹിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നില്ല. വെറുതെ ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ മാത്രം നിലനിന്ന് നശിച്ചു പോകുന്നവയാണവ. എന്നാൽ അവയെ എത്രമാത്രം ദൈവം അലങ്കരിക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളെ ദൈവം എത്രമാത്രം പരിപാലിക്കുകയില്ല. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അറപ്പുരകളിൽ ശേഖരിച്ചു വയ്ക്കുന്നില്ല. എന്നാൽ അവയോടും കരുണ കാണിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഈശോ പറഞ്ഞു വയ്ക്കുമ്പോൾ ആ ജനത്തിന് അത് മനസ്സിലായി എന്നുള്ളതാണ്. കാരണം തങ്ങളെ ഒരിക്കലും തള്ളിക്കളയാത്തൊരു ദൈവം ഉണ്ട്, തങ്ങളെ എന്നും സ്നേഹത്തോടെ തൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന, ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളൊരു ബോധ്യം അവരുടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയ. പ്രിയം നിറഞ്ഞവരെ, ഇതാണ് ഈശോ അവർക്ക് കാണിച്ചു കൊടുത്ത ദൈവത്തിൻ്റെ മുഖം. കരുണയുള്ള ദൈവം, കാരുണ്യവാനായ ദൈവം. ഈശോ പറഞ്ഞു വയ്ക്കുക, പിതാവും ഞാനും ഒന്നാണ്. ഞാൻ ജീവൻ്റെ അപ്പമാണ്, ഞാൻ നല്ല ഇടയനാണ്, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. പിതാവ് എങ്ങനെയാണോ തൻ്റെ നാമത്തെ അബ്രാഹത്തിന് വെളിപ്പെടുത്തിയത്, അപ്രകാരം തന്നെ പുതിയ നിയമത്തിൽ ഈശോ താനാണ് പിതാവിൽ നിന്ന് വന്നവൻ എന്ന് വ്യക്തമായും സ്പഷ്ടമായും പറഞ്ഞു വയ്ക്കുന്ന വാക്കുകളാണവ. ഞാൻ നല്ല ഇടയനാണ്, ഞാൻ ആടുകളുടെ വാതിലാണ്, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. ഈശോ കാണിച്ചു കൊടുക്കുന്ന ആ കരുണയുള്ള ദൈവത്തിൻ്റെ മുഖം ഞാൻ തന്നെയാണ് എന്ന് ഈശോ നമ്മളോടും പറയുന്നുണ്ട്. നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, ഞാൻ ജീവൻ്റെ അപ്പമാണ്. പ്രിയം നിറഞ്ഞവരെ, ഈ ജീവൻ്റെ അപ്പമായ ഈശോയെ നമ്മൾ എത്രമാത്രം ബഹുമാനത്തോടെ, ശ്രേഷ്ഠതയോടെ, ആദരവോടെ ഈശോയെ നമ്മൾ സ്വീകരിക്കണം. ഈശോയുടെ മുമ്പിലായിരിക്കണം, അവിടുത്തെ സന്നിധിയിലായിരിക്കണം. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ഈ ഒരു കൃപയുടെ മണിക്കൂറിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. പല വൈദികരിലൂടെയും പല വ്യക്തികളിലൂടെയും ഈ കൃപയുടെ മണിക്കൂറിൽ ദൈവം നമ്മളോട് ഒത്തിരി നാളുകളായി സംസാരിക്കുമ്പോൾ, അതിൽ നിന്നെല്ലാം കർത്താവിൻ്റെ വചനങ്ങൾ നമ്മൾ കേൾക്കാനിടയാകുമ്പോൾ എത്രമാത്രം കർത്താവിൻ്റെ കരുണ നമ്മളിലേക്ക് ഒഴുകുന്നുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. അവയോർത്ത് നന്ദി പറയാം. ഒപ്പം ഈ ലഭിക്കുന്ന കരുണ ഞാൻ എത്രമാത്രം എൻ്റെ കൂടെയുള്ളവരോട്, എൻ്റെ ഭവനത്തിലുള്ളവരോട്, എൻ്റെ കൂട്ടുകാരോട്, എൻ്റെ സഹജീവികളോട് കാണിക്കുന്നുണ്ട് എന്നുകൂടി നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, പരിചിന്തനം ചെയ്യാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഒരിക്കൽ കൂടി ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ കൃപയുടെ മണിക്കൂറിൽ നമ്മുടെ മേൽ ചുരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം.
എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെയും പ്രത്യേകമായി ചേർത്ത് വയ്ക്കാം. നമ്മുടെ നിയോഗങ്ങളെ ഒരിക്കൽ കൂടി ഈശോയുടെ സന്നിധിയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി അതിരം തുറന്ന് ഈശോയെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന.